സർ ട്രംപ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ട് പോലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും ചെവിക്കൊള്ളുന്നേയില്ല. ഇന്ത്യക്കെതിരായ ഒരു ചെറിയ ഒരു തീരുമാനമോ അല്ലെങ്കിൽ തെറ്റായ ഒരു നിലപാടോ പോലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. പകരം ഊഷ്മളമായ സൗഹൃദമാണ് ഇന്ത്യയും മറ്റ് ലോക രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ട്രംപ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് എതിർപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിധത്തിൽ ഇന്ത്യയോട് പുലർത്തുന്ന ഒരു സൗഹൃദമുണ്ട്. അതാണ് ചർച്ചയാവുന്നത്. എന്താണ് സാർ ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായി തിരിയാതിരിക്കാൻ കാരണം? ഒപ്പം അത്തരത്തിൽ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലുള്ളത്? ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താരിഫ് വിഷയം. അപ്പോൾ താരിഫ് വിഷയം ലോകം മൊത്തം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ 100 രാജ്യങ്ങൾ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്കയുടെ അതിർത്തി, അത് അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അമേരിക്ക, ഈ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ടിരിക്കുന്ന GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അതിന്റെ റിഫ്ലക്ഷൻസ് വരുന്നു. അതായത് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പല രാജ്യങ്ങളും, ലോകത്തെ കീഴടക്കി നിന്നിരുന്ന പല രാജ്യങ്ങളും നശിച്ചു പോകുന്നതിന്റെ ചരിത്രം നമ്മൾ ദീർഘമായിട്ട് പരിശോധിച്ചാൽ, ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികൾ ഏതെങ്കിലും കാലത്തെടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ ആണ്. ഒരുപക്ഷെ ഈ തീരുമാനം ലോകക്രമത്തിൽ നിന്ന് അമേരിക്കയെ ഒരുപക്ഷെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ലോകക്രമത്തിന് ഇനിയും അതേ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് വരച്ചേക്കാം എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ കാര്യത്തിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കെന്താ, അല്ലെങ്കിൽ ആസ്ട്രേലിയയുടെയൊക്കെ ഒരു പത്രം, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂയോർക്ക് ടൈംസ്, മറ്റു പല പത്രങ്ങളും ഇന്ത്യക്ക് കഴിയുന്നത് എന്തുകൊണ്ട് ലോകത്തിന് കഴിയുന്നില്ല, അമേരിക്കയോട് നോ പറയാൻ എന്തുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നില്ല. ആസ്ട്രേലിയൻ പത്രം എഴുതിയതാ, എന്തുകൊണ്ട് അമേരിക്കയോട് നോ പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ നിലപാടുകളും നമ്മളുടെ രീതികളും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണ്ടേ. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വേണ്ടേ എന്നുള്ള രീതിയിൽ എല്ലാരിലും, ഞാൻ പല ടോക്കിലും പറഞ്ഞതുപോലെ, ഇത്തരത്തിലൊരു ചർച്ച, അത്തരത്തിലൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത് ഒരു രാജ്യത്തിനകത്തെ ആൾക്കാർ ചിന്തിച്ചു പോകുന്നതും അത്തരത്തിൽ ചോദിച്ചു പോകുന്നതും, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഇരുന്ന മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതും അത് ലോകത്തുടനീളം ചർച്ചയാകുന്നതുമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. അമേരിക്കയ്ക്കകത്ത് ട്രംപിന്റെ ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ടുള്ള താരിഫ്, ഏറ്റവും അവസാനം ഫാർമസ്യൂട്ടിക്കൽ, അല്ലെങ്കിൽ ഈ മരുന്നിന് വരെ 200% അല്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്തും, അവിടെ അല്ലാതെ വെളിയിൽ നിന്നുള്ള മരുന്നിന്. ഇത് സാധാരണക്കാരനെ ബാധിക്കും. പക്ഷെ അത് ഇപ്പോഴില്ല, കുറെ ദീർഘമായിട്ട് കുറച്ചു ദൂരം കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു അപകടത്തിലേക്ക്, അമേരിക്കയ്ക്കകത്ത് ഒരു പക്ഷേ വലിയ വലിയ ഒരു പ്രക്ഷോഭം, അല്ലെങ്കിൽ വലിയ ഒരു രീതിയിലേക്കുള്ള ഒരു മാനസിക പിന്തുണ ഇല്ലായ്മ ട്രംപിന്റെ ഈ പറഞ്ഞ പോലെ ജനപിന്തുണയൊക്കെ 58-ൽ നിന്ന് ഏതാണ്ട് 37 എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇപ്പോൾ സർവേ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കുമ്പോൾ ഈ പറയുന്ന അമേരിക്കയുടെ ഭാഗമായിട്ട് നിന്നാൽ ഒരുപക്ഷെ ഇപ്പോഴും പറഞ്ഞാൽ കേൾക്കേണ്ടി വരുന്ന യൂറോപ്യൻ യൂണിയൻ, നാറ്റോ രാജ്യങ്ങളോടും നിങ്ങളും താരിഫ് ഒരുപക്ഷെ 50% ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയൻ, നാറ്റോ ഒക്കെ കാണുന്ന അതിനകത്ത് കാര്യമുണ്ട്. ഒരു കമ്പനി പറയും റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞതിന് ശേഷം ഒരു കമ്പനി, റഷ്യയിൽ 40% ഷെയർ, റഷ്യക്ക് 50% ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് അകത്തുനിന്ന് പെട്രോൾ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ മേടിക്കാതെ, അല്ലെങ്കിൽ അത് ചൈനയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഒന്നിനും അനങ്ങിയിട്ടില്ല. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ ഭൂഖണ്ഡത്തിനകത്തുമുള്ള രാജ്യങ്ങൾക്കകത്ത് മോദി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടേ. നമ്മൾ ഈ പറയുമ്പം ഇതിനെക്കാട്ടി വലിയൊരു, അത് വാജ്പേയിയുടെ കാലത്തെ ഉണ്ടാക്കിയ, ഫ്രാൻസിനെ നമുക്കറിയാമല്ലോ. റഷ്യ കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധമുള്ള, എല്ലാ രീതിയിലും ബന്ധമുള്ള, ഇപ്പൊ 5ാം തലമുറ വിമാനത്തിന്റെ എഞ്ചിൻ നമ്മൾ അവരുടെ ഭാഗമായിട്ട് നിന്ന്, അവർ നമ്മുടെ ഭാഗമായിട്ട് നിന്ന് നിർമ്മിക്കാൻ പോകും. എല്ലാ രീതിയിലും ബന്ധമുള്ള ഒരു രാജ്യമാണ് ഈ പറഞ്ഞ ഫ്രാൻസ്. അല്ലെങ്കിൽ ഫ്രാൻസ് ആണ് ഒരു പക്ഷേ ഇതിനകത്ത് ഏറ്റവും കരുത്തുള്ള രാജ്യം, ഈ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൂട്ടത്തിനകത്ത് നോക്കുമ്പോൾ കരുത്തുള്ള ആ രാജ്യമായിട്ട് വലിയ ബന്ധമോ. പിന്നെ ആ രാജ്യം ഇതിനകത്ത് താല്പര്യം എടുക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇരിക്കത്രത്തോളം കാലം എങ്ങനെ അവിടെ ഈ പറയുന്ന 50% താരിഫ് വരും? പിന്നെ നമ്മൾ നോക്കണ്ടേ, ഈ പറയുന്ന ജർമ്മനി ഉൾപ്പെടെ, അല്ലെങ്കിൽ ബ്രിട്ടൻ ആണല്ലോ. ബ്രിട്ടന്റെ കാര്യത്തില് നമ്മൾ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഇതുമില്ലാതെ നമ്മൾ വ്യാപാര കരാർ ഒപ്പിട്ടത്.
ഈ രീതിയിലേക്ക് ഈ ഉള്ള കാര്യം. അപ്പൊ ബ്രിട്ടൻ എങ്ങനെ ചലിക്കാൻ പറ്റും? രണ്ടാമത് ഏറ്റവും ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും ബലമുള്ളതും അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉള്ളതും ഒക്കെയുള്ള രാജ്യം ഫ്രാൻസും ബ്രിട്ടനും. ഈ ഫ്രാൻസും ബ്രിട്ടനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പൊ നോക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ പറ്റത്തില്ല. പിന്നെ ഈ നാറ്റോ രാജ്യങ്ങൾക്കകത്തും യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും ഒക്കെ നമ്മള് ഇറ്റലിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നെതർലൻഡ്സുമായിട്ട് വലിയ അടുത്ത ബന്ധമല്ലേ നമുക്കുണ്ടായിരുന്ന, അല്ലെ വ്യാപാരം മറ്റു പല കാര്യങ്ങളും ആലോചിക്കുന്നതിന്റെ വന്നല്ലോ. ഗ്രീസുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ഗ്രീസുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഗ്രീസിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി നിൽക്കുക ഇന്ത്യ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രശ്നം ഇന്ത്യ അവരുടെ ഒരു വിഷയം തുർക്കിയുമായിട്ടുള്ള വിഷയത്തിനകത്തൊക്കെ നമ്മൾ ആയുധങ്ങളും കൊടുത്ത്, അല്ലെങ്കിൽ അതിനകത്ത് അസർബൈജാന്റെ മറ്റു കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഇടപെടൽ വളരെ ദീർഘമായിട്ടുള്ള നയതന്ത്രം, ഈ പറയുന്ന ട്രംപ് ഒന്നും ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള നയതന്ത്രം അയാളുടെ ഭാഗത്തും അയാളുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അകത്തും ഒക്കെ കയറി നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മളെ ഉപദ്രവിക്കാൻ പറയാൻ നമ്മുടെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നത് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും? അതുപോലെ തന്നെയാണ് സൈപ്രസുമായിട്ടുള്ള നമ്മുടെ ബന്ധം അറിയാമല്ലോ. സൈപ്രസുമായിട്ട് നമ്മൾ ദീർഘമായ ഇതെല്ലാം ഈ പറയുന്ന ഇതിനകത്ത് വരുമല്ലേ. അതുപോലെ ജർമ്മനിയുമായി വ്യാപാരം വർദ്ധിപ്പിച്ചു, സ്വീഡനുമായി വലിയ ബന്ധം. അപ്പം ഈ രീതിയിലേക്ക് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അകത്ത് ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ പറഞ്ഞാൽ സാധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലേക്കുള്ള നീക്കുപോക്കുകളും ഒക്കെ വളരെ ദീർഘമായിട്ട് ഉണ്ടാക്കി എടുത്ത് ഇരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മോദി. അതുകൊണ്ടാണ് ഇപ്പൊ ചലിക്കാൻ പറ്റാത്തത്. മാത്രവുമല്ല, ഈ നീക്കത്തിനകത്തൂടെ ലോകക്രമത്തിനകത്തൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുക ട്രംപ്. ട്രംപിന് അമേരിക്കയിൽ നിൽക്കാൻ വയ്യ, അല്ലെങ്കിൽ അമേരിക്കക്കാർ കല്ലെറിഞ്ഞു തുടങ്ങി ട്രംപിനെ. കാരണം ഇയാൾ ഇത് നശിപ്പിക്കും, ഇയാൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നശിപ്പിച്ചു, ഇനി എത്ര കൂട്ടിയിണക്കിയാലും അത് യോജിക്കുന്ന ഒരു അവസ്ഥയില്ല. ഇയാൾ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? നമ്മൾ ചൈനയാണ് നമ്മുടെ ശത്രു, അതിന് ഇന്ത്യ ചേർത്ത് പിടിക്കണം. ഇപ്പം ഇന്ത്യയെ ശത്രുവാക്കി ഉള്ള രീതിയിലേക്ക് ഒരു നീക്കം നടത്തുന്നു. ഇത് രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ നാളെ കാലത്തെ എല്ലാ രീതിയിലും ഒക്കെ ക്ഷീണത്തിലേക്ക് പോകും. ലോകക്രമത്തിനകത്ത് വ്യത്യാസം വരും, ജിയോ പൊളിറ്റിക്സിനകത്ത് കുഴപ്പം വരും. ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇതുവരെ ശത്രുക്കളായിട്ടിരുന്ന ഒരുപക്ഷെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നിർത്തിയെന്നാണ് ഇവ പറയുന്നത്. ഇയാൾക്ക് നോബൽ സമ്മാനം കൊടുക്കണം, ഇയാൾ നോബൽ സമ്മാനത്തിന് നടക്കുമല്ലേ, ചൈന ഇന്ത്യയായിട്ടുള്ള യുദ്ധം നിർത്തി എന്നുള്ള രീതിയിലേക്കുള്ള ട്രോളുകൾ വരെ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് ഇയാൾക്ക് നോബൽ സമ്മാനം കൊടുക്കണം. അതായത് റഷ്യ, ഇന്ത്യ, ചൈന ഈ ഒരു ചേരി ഉണ്ടാക്കുന്നതിനും അത് ഇത്രയും ശക്തമാക്കുന്നതിനും അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ബ്രിക്സിനെ ഉണ്ടാക്കുന്നതിനും ഈ പറയുന്ന നാളെ കാലത്ത് ഈ ബ്രിക്സിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നീക്കത്തിൽ കൂടി ട്രംപ് അല്ലെങ്കിൽ ട്രംപിനെന്താ പോലെ അമേരിക്കയുടെ കയ്യിൽ ഈ പറയുന്ന ലോകക്രമത്തിൽ ഡോളർ ഉപയോഗിക്കുന്നതിനകത്ത് കുഴപ്പം വരുന്നത്, അല്ല ഡോളർ നാളെ കാലത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്കും അല്ലെങ്കിൽ ഡോളർ ഉപയോഗിക്കാതെ വ്യാപാര ബന്ധം ഒരു 35% കയറ്റുമതി ഇറക്കുമതി നടത്താൻ പ്രാപ്തമായിട്ടുള്ള രാജ്യങ്ങൾക്ക് കരുത്തു കൊടുക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായിട്ടുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെ ഈ പറയുന്ന അമേരിക്കയിലെ മാധ്യമങ്ങൾ, ലോക മാധ്യമങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ അവരൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് അമേരിക്കക്കാർ ട്രംപിനെ കല്ലെറിഞ്ഞു തുടങ്ങി, തള്ളിപ്പറഞ്ഞു തുടങ്ങി എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഇയാളുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഒരു മുറിവ് അല്ലെങ്കിൽ അത് ചതഞ്ഞിരിക്കുന്ന ഇപ്പം ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 1-2-3 മീറ്റിങ്ങുകളിൽ ഈ പറയുന്ന പോലെ ഇയാൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് അൽഷിമേഴ്സോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ ഈ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലോകത്തിന്റെ ഒരു ഭരണാധികാരി ഈ പറയുന്നത് പോലെ ഇളിഭ്യനായിട്ടും അല്ലെങ്കിൽ ലോകം മോശമായിട്ട് ചർച്ച ചെയ്യുന്നതുമായിട്ടൊക്കെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിലേക്കുള്ള ഒരു നീക്കങ്ങളുമായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് മോദി ഈ പറയുന്ന അമേരിക്കയിലെ ജനങ്ങൾക്ക് അപ്രാപ്തനായി ഒരുപക്ഷെ അമേരിക്ക ജനങ്ങൾ പരസ്യമായി കല്ലെറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനെ അതിജീവിക്കുന്നതിന് മോദിയുടെ വഴിയെ ഈ ലോകത്തെ അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ഒക്കെ കൊണ്ടുപോകാതെ ഇന്ത്യയുടെ വഴിയെ കൊണ്ടുപോകുന്ന ഒരു വലിയ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് ഈ ട്രംപിന്റെ വഴിയെ പോകാതെ മോദിയുടെ വഴിയെ പോകുന്ന ഒരു വലിയ ഭരണാധികാരിയായിട്ട് ഇപ്പം ലോകം വാഴ്ത്തപ്പെടുന്ന ഒരാളായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിലുള്ള പറച്ചിലും ഒക്കെയാണ് ലോകമാധ്യമങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ ഇന്ത്യ വളരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും
ഇത്തരത്തിൽ എതിർക്കാതെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.